എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്നറിയാം. നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് MS Wordലെ വളരെ പ്രധാനപ്പെട്ട മെയിലിംഗ് എന്ന് പറയുന്ന ഒരു ടാബാണ്. അപ്പൊ ഈ മെയിലിംഗ് എന്ന് പറയുന്ന ടാബിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ ക്ലാസ്സുകളൊന്നും അധികം നമുക്ക് യൂട്യൂബിലൊന്നും കാണാനില്ല. മലയാളത്തിൽ, ഇംഗ്ലീഷിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ഉണ്ട്. പക്ഷെ മലയാളത്തിൽ നമ്മൾ അതിന്റെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പൊ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് മെയിലിംഗിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അതിനകത്തുള്ള എല്ലാം ഒന്നും നമുക്കിപ്പോ പഠിക്കാനായിട്ടില്ല. റെഫറൻസിലാണെങ്കിലും മെയിലിംഗിലാണെങ്കിലും ഒക്കെ. അപ്പൊ വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനകത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അതായത് എൻവലപ്സ് എന്ന് പറയും. അതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. പിന്നെ നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ആകാൻ നമ്പർ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. അതായത് ബേസിക് ആയിട്ടുള്ള ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത് മാറ്റി വെച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ നമ്മളുടെ ക്ലാസ്സിൽ ജോയിൻ ആയിക്കോളും. വലിയ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീസൊക്കെ തന്നെ ആയിരിക്കും. കമ്പ്യൂട്ടർ എന്തായാലും ബേസ് പഠിപ്പിച്ചു തരാം. അത് ഞാൻ തരുന്ന ഒരു ഉറപ്പാണ്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ആയിക്കോ. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല. നമുക്കപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന മെയിലിംഗ് എന്ന് പറയുന്ന MS Wordലെ വളരെ പ്രധാനപ്പെട്ട ടാബിലെ കുറച്ച് കാര്യങ്ങളാണ്. ഈ മെയിലിംഗ് എന്ന് പറയുന്ന ടാബ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ട് മെയിലിംഗ് മെർജ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ക്രിയേറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഒന്നാമത്തെ കാര്യമാണ് എൻവലപ്സ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എൻവലപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. അതായത് എൻവലപ്പ് മീൻസ് കവർ. നമ്മൾ പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഫ്ലാറ്റ് ആയിട്ട് അല്ലെങ്കിൽ തിന്നായിട്ട് നമുക്കൊരു കത്ത് അല്ലെങ്കിൽ കാർഡൊക്കെ ഉൾക്കൊള്ളാവുന്ന തരത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന കവർ, അതിനെയാണ് എൻവലപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എൻവലപ്സ് നമുക്ക് എങ്ങനെ MS Wordൽ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്, പ്രയാസമൊന്നുമില്ല. അപ്പൊ ഈ ക്രിയേറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ്സിൽ നോക്കിക്കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ കാണാം. എൻവലപ്സും ഉണ്ട്, ലേബൽസും ഉണ്ട്. അപ്പൊ എൻവലപ്പും ലേബൽസും ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ക്രിയേറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എൻവലപ്സ് ആണ്. അതായത് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ഒക്കെ അവരുടേതായിട്ടുള്ള എൻവലപ്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എൻവലപ്സ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഈ MS Wordലെ മെയിലിംഗ് എന്ന് പറയുന്ന ടാബില് ക്രിയേറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ എൻവലപ്സ് എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു എൻവലപ്പ് കവർ ഉണ്ടാക്കാം. അതായത് എൻവലപ്പ് കവർ ഉണ്ടാക്കണമെങ്കിൽ മെയിലിംഗ് എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്യണം. അതിനകത്ത് ക്രിയേറ്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഗ്രൂപ്പിലെ എൻവലപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. എൻവലപ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അതായത് എൻവലപ്സ് ആൻഡ് ലേബൽസ് എന്ന് പറയുന്ന ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ ഇവിടെയാണ് നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എൻവലപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഡെലിവറി അഡ്രസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന്റെ തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ റിട്ടേൺ അഡ്രസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഡെലിവറി അഡ്രസ് എന്ന് പറഞ്ഞാല് നമ്മൾ ആർക്കാണോ അയക്കേണ്ടത് അവരുടെ അഡ്രസ്സാണ്. അതായത് നമ്മളിപ്പോ ലെറ്റർ ആണെങ്കിലും നമ്മൾ ആർക്കാണോ അത് കൊടുക്കേണ്ടത് അവരുടെ അഡ്രസ്സാണ് ഡെലിവറി അഡ്രസ്സിന്റെ അവിടെ നമ്മൾ കൊടുക്കുന്നത്. ഇനി തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ റിട്ടേൺ അഡ്രസ് എന്ന് കാണാം. അതായത് നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ ഫോമിന്റെ ഒക്കെ നെയിമാണ് നമ്മൾ ഇവിടെ റിട്ടേൺ അഡ്രസ്സിൽ കൊടുക്കുന്നത്. അപ്പൊ ഡെലിവറി അഡ്രസ് എന്ന് പറയുന്നിടത്ത് നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് അവരുടെ പേരും അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ പേര് എഴുതാനുള്ള സ്ഥലം വരും. ആ ആദ്യത്തെ ലൈൻ കഴിഞ്ഞ് നമുക്ക് അടുത്ത ലൈനിൽ പോകണമെങ്കിൽ എന്റർ കീ അടിക്കുക. അടുത്ത കാര്യം ടൈപ്പ് ചെയ്യുക. എന്റർ കീ അടിക്കുക. അടുത്ത കാര്യം ടൈപ്പ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഓരോ ലൈനിലോട്ടും നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഡെലിവറി അഡ്രസ് എന്നുള്ളത് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന ആളുടെ പേരിൽ പ്രിന്റ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ആ ഒരു എൻവലപ്പ് വരുന്നത്. നമ്മൾ പ്രിന്റ് എടുക്കുമ്പോൾ ആളുടെ പേര് വരും. അപ്പൊ അങ്ങനെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഡെലിവറി അഡ്രസ് കൊടുക്കാം. വേണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി അഡ്രസ് കൊടുക്കണ്ട. നമ്മളുടെ ഇഷ്ടമാണ്. നമ്മളുടെ സൗകര്യം പോലെ ഡെലിവറി കൊടുക്കണമെങ്കിൽ അഡ്രസ് കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട. ഇനി റിട്ടേൺ അഡ്രസ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഫേമിന്റെ ഒക്കെ പേരോ അഡ്രസ്സോ നമുക്കിവിടെ കൊടുക്കാം. ഇവിടെ ജസ്റ്റ് ഞാൻ ഒരു പേരും അഡ്രസ്സും ചുമ്മാ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഈ ഒരു എൻവലപ്പിന്റെ ഒരു
ചെറിയ ഒരു പ്രിവ്യൂ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ പ്രിന്റ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ എൻവലപ്പ് ഇരിക്കുന്നത്. അതിന്റെ ഒരു പ്രിവ്യൂ നമുക്ക് കാണാം. അതായത് പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു പ്രിവ്യൂ. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യം താഴെ കാണാം. അപ്പൊ ഈ ഓപ്ഷൻസ് എന്ന് പറയുന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലോട്ട് മൗസ് കൊണ്ടുവെക്കുക, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എൻവലപ്പ് ഓപ്ഷൻസും അതുപോലെ തന്നെ പ്രിന്റിംഗ് ഓപ്ഷൻസും രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്കിവിടെ എൻവലപ്പ് ഓപ്ഷൻസ് ആണ് ബൈ ഡിഫോൾട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ആദ്യത്തെ കാര്യം എൻവലപ്പ് സൈസ്, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എൻവലപ്പിന്റെ സൈസ് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പൊ ഇവിടോട്ട് നോക്കിക്കഴിഞ്ഞാൽ സൈസ് 9 ആണ് കിടക്കുന്നത്. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഇത്രയും ലെങ്ത് ഉണ്ട് ഈ സൈസ് 9 എന്ന് പറയുന്നത്. ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴോട്ട് കുറെ സൈസ് കാണാൻ പറ്റും, പല ഓപ്ഷൻസ്. അപ്പൊ ഇത് നോക്കിയിട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സൈസ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യുക. ഇപ്പൊ 10 വേണമെങ്കിൽ 10 ക്ലിക്ക് ചെയ്തു, 12 വേണമെങ്കിൽ 12 ക്ലിക്ക് ചെയ്തു, 14 വേണമെങ്കിൽ 14 ക്ലിക്ക് ചെയ്തു. അപ്പൊ നമ്മുടെ ഇഷ്ടമാണ്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള സൈസ് സെലക്ട് ചെയ്യാം. ഇനി ഏറ്റവും അവസാനത്തോട്ട് ഇങ്ങനെ മൗസ് സ്ക്രോൾ ചെയ്ത് വന്നപ്പോൾ, അല്ലെങ്കിൽ ഈ സൈഡിലോട്ട് വെക്കുമ്പോൾ ഒരു സ്ക്രോൾ ബാർ ഉണ്ട്, അതേ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് താഴോട്ടാക്കുമ്പോൾ താഴോട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കസ്റ്റം സൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വിഡ്ത്തും ഹൈറ്റും നമുക്ക് എൻവലപ്പിന് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ സിമ്പിൾ ആണ്, വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എൻവലപ്പ് സൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എൻവലപ്പിന്റെ സൈസ് കൊടുക്കാം. ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇതിനകത്ത് കുറെ സൈസ് ഉണ്ട്. ഇതിൽ ഇഷ്ടമുള്ള സൈസ് ചൂസ് ചെയ്യാം. ഇനി അതിനകത്തുള്ള സൈസ് വേണ്ട, നമ്മുടെ ഇഷ്ടത്തിനുള്ള സൈസ് കൊടുക്കണമെങ്കിൽ ഏറ്റവും അവസാനത്തെ കസ്റ്റം സൈസ് എന്നുള്ളത് ചൂസ് ചെയ്യുക. നമുക്ക് വേണ്ട വിഡ്ത്തും നമുക്ക് വേണ്ട ഹൈറ്റും കൊടുക്കുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ കൊടുത്ത സൈസിലുള്ള ആ ഒരു എൻവലപ്പിന്റെ ഫോർമാറ്റ് താഴെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ജസ്റ്റ് സൈസ് 10 കൊടുക്കുവാണ്. ഇനി തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി അഡ്രസ്സിന്റെ ഫ്രം ലെഫ്റ്റിൽ നിന്ന് എത്ര വേണമെന്നുണ്ട്, ടോപ്പിൽ നിന്ന് എത്ര വേണമെന്നുണ്ട്. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് കണ്ടോ, ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസ് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ലെഫ്റ്റിൽ നിന്ന് എത്ര അങ്ങോട്ട് മാറ്റിയിട്ട് വേണം, അല്ലെങ്കിൽ ടോപ്പിൽ നിന്ന് എത്ര മാറ്റിയിട്ട് വേണം എന്നൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കൊടുക്കാം. പക്ഷെ ബൈ ഡിഫോൾട്ട് ഇവിടെ ഓട്ടോ എന്നാണ് കിടക്കുന്നത്. അപ്പൊ അത് മാറ്റണമെങ്കിൽ, നമ്മളുടെ ഇഷ്ടത്തിന് മാറ്റണമെങ്കിൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടി വരും. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റാം. അതുപോലെ തന്നെ റിട്ടേൺ അഡ്രസ്സും നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഇനി ഡെലിവറി അഡ്രസ്സിന്റെ തൊട്ട് താഴെ ഫോണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഫോണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ടൈപ്പ് ചെയ്ത് കൊടുത്തില്ലേ നേരത്തെ പേര്, ഡെലിവറി അഡ്രസ്സിന്റെയും അതുപോലെ തന്നെ നമ്മളുടെ അഡ്രസ്സും ഒക്കെ കൊടുത്തില്ലേ, അപ്പൊ അതിന്റെ ഫോണ്ടും കളറും സൈസും ഒക്കെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പൊ അതിനുള്ള ഓപ്ഷനാണ് ഈ തൊട്ട് താഴെ കാണുന്ന ഡെലിവറി അഡ്രസ് എന്ന് പറയുന്നതിന്റെ തൊട്ട് താഴത്തെ ഫോണ്ട്. അപ്പൊ ഫോണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഫോണ്ടിന്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഫോണ്ട് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തപ്പോ ഹെഡിങ് ആയിട്ടാണ് കിടക്കുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള സൈസ് വേണമെങ്കിൽ, സൈസ് അല്ല, നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈല് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം പല സ്റ്റൈലുകളുണ്ട്. അപ്പൊ ഞാൻ ഓരോ സ്റ്റൈലും ചൂസ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ഈ താഴെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രിവ്യൂ കാണാം. അതായത് ഈ സ്റ്റൈല് നമ്മൾ എടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് താഴെ നമുക്ക് കാണാം. കണ്ടോ? അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോണ്ട് ഇതിൽ നിന്നും ചൂസ് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ, ആവശ്യമെങ്കിൽ. ഇനി ഫോണ്ടിന്റെ സ്റ്റൈൽ ഇവിടെ റെഗുലർ ഉണ്ട്, ഇറ്റാലിക്സ് ഉണ്ട്, ബോൾഡ് ഉണ്ട്, ബോൾഡ് ഇറ്റാലിക്സ് ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ബോൾഡ് വേണമെങ്കിൽ ബോൾഡ് കൊടുക്കാം, ഇറ്റാലിക്സ് വേണമെങ്കിൽ ഇറ്റാലിക്സ് കൊടുക്കാം, ബോൾഡും ഇറ്റാലിക്സ് കൂടെ വേണമെങ്കിൽ അത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ നിന്നും ഫോണ്ട് സ്റ്റൈലും ചൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള ഫോണ്ട് സ്റ്റൈൽ കൊടുത്തു. ഇനി അതിന്റെ തൊട്ടപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ സൈസ് എന്നുള്ളിടത്ത് നമ്മുടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത അതിന്റെ വലിപ്പം, ഇപ്പൊ 10 ഉണ്ട്, 11 ഉണ്ട്, 12 ഉണ്ട്, അങ്ങനെ താഴോട്ട് മൗസ് ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ, അതായത് മൗസിന്റെ നടുക്കുള്ള ഒരു റൗണ്ടിലുള്ള ബട്ടൺ ഇങ്ങനെ ഒന്ന് നമുക്ക് നീക്കി കഴിയുമ്പോൾ താഴോട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ കാണാം. അപ്പൊ ഇതിൽ ഇഷ്ടമുള്ള വലിപ്പം നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് അതിന്റെ ഒരു പ്രിവ്യൂ താഴെ കാണാം. ഇത്രയും വലിപ്പം നമ്മൾ ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ലൈവ് പ്രിവ്യൂ നമുക്ക് താഴെ കാണാനായിട്ട് പറ്റും. അപ്പം ഇത്രയും നമ്മൾ പറഞ്ഞോളൂ. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഇതിൽ നിന്ന് ചൂസ് ചെയ്യുക, ഫോണ്ട് സ്റ്റൈല്, സൈസ്. ഇനി താഴെ നോക്കിക്കഴിഞ്ഞാൽ ഫോണ്ട് കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് നമുക്ക് ഏതെങ്കിലും കളറിൽ പ്രിന്റ് ചെയ്തെടുക്കണമെങ്കിൽ, അതായത് പ്രിന്റ് ചെയ്ത് വരുമ്പം കളർ പ്രിന്റർ ഉപയോഗിച്ച് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ആ കളറിൽ നമുക്ക് കിട്ടണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അതായത് ഫോണ്ട് കളർ ഓൾ ടെക്സ്റ്റ് എന്നാണ് കിടക്കുന്നത്. അതായത്
ഓൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ അഡ്രസ്സും അതുപോലെ തന്നെ ആർക്കാണോ കൊടുക്കേണ്ടത് അവരുടെ അഡ്രസ്സും ആ രണ്ടെണ്ണത്തിനും നമ്മൾ ഈ കൊടുക്കുന്ന കളറായിരിക്കും വരുന്നത്. അതായത് ഫോണ്ട് കളർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ ആ കളർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കളർ സെലക്ട് ചെയ്യുമ്പോൾ ആ കളർ നമ്മൾ ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ലൈവ് പ്രിവ്യൂ താഴെ കാണാനായിട്ട് സാധിക്കും. ഇനി അതിന്റെ താഴെ എഫക്റ്റ് ഉണ്ട്, സ്ട്രൈക്ക് ത്രൂ. സ്ട്രൈക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ എഴുത്തിന്റെ മണ്ടയ്ക്കൂടെ ഒരു വര, ഡബിൾ സ്ട്രൈക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ 2 വര വരും. അങ്ങനെ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ മുകളിൽ, അതായത് സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ എയുടെ മുകളിലാണ് 2 വരുന്നത്. ആ 2നെയാണ് നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ മുകളിൽ വരാൻ സൂപ്പർ സ്ക്രിപ്റ്റ്. സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ H2 താഴെ, H എഴുതിയിട്ട് താഴെയല്ലേ നമ്മൾ 2 കൊടുക്കുന്നത്. അപ്പൊ താഴെ വരാൻ സബ്സ്ക്രിപ്റ്റ്. അപ്പൊ ഇവിടെ നമുക്ക് സൂപ്പർ സ്ക്രിപ്റ്റിന്റെയോ സബ്സ്ക്രിപ്റ്റിന്റെയോ ആവശ്യമില്ല. ഇനി സ്മോൾ ക്യാപ്സ് ആണെങ്കിൽ അത് കൊടുക്കാം. ഓൾ ക്യാപ്സ് എല്ലാം ക്യാപിറ്റലിൽ വരണമെങ്കിൽ അത് കൊടുക്കാം. ഹിഡൻ, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യം ഏതാണോ നമ്മൾ അത് ചൂസ് ചെയ്യുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഓൾ ക്യാപ്സ് എന്നുള്ളത് ചൂസ് ചെയ്യുവാണ്. എന്നിട്ട് ഇതൊന്ന് സെറ്റ് ആയിട്ട് വരാനായിട്ട് നമ്മൾ താഴെ കാണുന്ന ഓക്കെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ ആ ഒരു പേജ് സെറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ മറ്റൊരു പേജ് ഉണ്ട്, നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത പേജ്. ഇവിടെയും ജസ്റ്റ് അങ്ങ് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ആഡ് ടു ഡോക്യുമെന്റ്, അതായത് നമ്മുടെ ഈ ഒരു സാധനത്തെ നമുക്ക് എൻവലപ്പ് ആയിട്ട് വരണമെങ്കിൽ നമ്മൾ ഈ കാണുന്ന പേജിന്റെ താഴെ ആഡ് ടു ഡോക്യുമെന്റ് എന്ന് കാണാം. അപ്പൊ അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് വരും, ഡു യു വാണ്ട് ടു സേവ് ദ ന്യൂ റിട്ടേൺ അഡ്രസ് ആസ് ദ ഡിഫോൾട്ട് റിട്ടേൺ അഡ്രസ്. അതൊന്നും ചെയ്യേണ്ട, യെസ് അങ്ങ് കൊടുക്കുക. യെസ് കൊടുത്ത് കഴിയുന്ന ഉടനെ നമുക്ക് നമ്മളുടെ എൻവലപ്പ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എൻവലപ്പ് കാണാം. നമ്മൾ കൊടുത്തിരിക്കുന്ന എൻവലപ്പിന്റെ ഡെലിവറി അഡ്രസ്സും ഉണ്ട്, അതുപോലെ തന്നെ റിട്ടേൺ അഡ്രസ്സും ഉണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ഇതിനെ ഇവിടുന്ന് മൂവ് ചെയ്യണമെങ്കിൽ ഇതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പ്ലസ് സൈൻ വരും. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് നമുക്ക് ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് മാറ്റി വെക്കാനൊക്കെ സാധിക്കും. അപ്പൊ സിമ്പിൾ. അപ്പൊ നമ്മൾ എൻവലപ്പ് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ആ ഒരു കവർ പേജ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഇമേജ് ആഡ് ചെയ്യണമെങ്കിലും ഒക്കെ, അതായത് നമ്മുടെ കമ്പനിയുടെ എംബ്ലം എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇമേജിനെ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ നിന്നും പിക്ചേഴ്സ് എടുക്കുക, പിക്ചേഴ്സിൽ നിന്നും ദിസ് ഡിവൈസ്, അതായത് നമ്മുടെ ഈ സിസ്റ്റത്തിലുള്ള പിക്ചറിനെയാണ് കൊണ്ടുവരേണ്ടത്. സോ ദിസ് ഡിവൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഫോട്ടോസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന പേജസ് ഇങ്ങനെ ഡയറക്റ്റ് വരത്തില്ല. കാരണം നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കണം ആ പിക്ചർ എവിടാണ് കിടക്കുന്നതെന്ന്. അപ്പൊ ഈ സൈഡിൽ കിടക്കുന്ന ഫോൾഡറിൽ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ എവിടാണോ ആ സ്ഥലം ചൂസ് ചെയ്യുക. ഇപ്പൊ പിക്ചേഴ്സ് ആണെങ്കിൽ സൈഡിൽ നിന്ന് പിക്ചേഴ്സ് ചൂസ് ചെയ്യുക. അന്നേരം പിക്ചേഴ്സിലുള്ള പടങ്ങളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ ഏതാണോ ആ പിക്ചറിനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് സെലക്ട് ചെയ്യുവാണ്, എനിക്ക് ഈ പിക്ചറിനെയാണ് കൊണ്ടുവരേണ്ടത്. സെലക്ട് ചെയ്തു, ഇൻസേർട്ട് കൊടുത്തു. ഇൻസേർട്ട് കൊടുത്തപ്പോൾ പിക്ചർ വന്നു, പക്ഷേ പിക്ചർ മറ്റൊരു പേജിലാണ് വന്നേ, നമ്മളുടെ ആ എൻവലപ്പിൽ വന്നിട്ടില്ല. അപ്പൊ നമ്മൾ അതിന് ചെയ്യേണ്ട കാര്യം, ഈ പിക്ചറിന്റെ സൈസ് കൂടുതലാണ്, അതുകൊണ്ടാണ് അടുത്ത പേജിലോട്ട് പോയത്. ആ പേജിൽ തന്നെ വരാൻ നമ്മൾ ഇതിന്റെ സൈസ് ഒന്ന് കുറയ്ക്കണം. അപ്പൊ ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം അവസരം വരുന്നിടത്ത് അങ്ങ് ഉപയോഗിക്കുക. അതായത് ഇനി പിക്ചറിന്റെ സൈസ് കുറയ്ക്കാൻ നമ്മൾ ഇതിന്റെ എഡ്ജിലോട്ട് കൊണ്ടുവെക്കുമ്പം എവിടെ കൊണ്ടുവച്ചാലും നമുക്ക് ആരോ കാണാം. അപ്പം ആരോ വന്നതിന് ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ അകത്തോട്ടാക്കുമ്പം വലിപ്പം കുറഞ്ഞു വരും. വലിപ്പം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായിട്ടുണ്ട്, അത് നമ്മുടെ എൻവലപ്പിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ എൻവലപ്പിൽ കൊണ്ടുവന്ന പിക്ചറിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റാൻ പറ്റുന്നില്ല. അപ്പൊ ഈ കാര്യങ്ങളും എല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇതിനെ മാറ്റാനായിട്ട് പിക്ചർ കൊണ്ടുവന്ന് കഴിയുമ്പം മുകളിൽ ഒരു പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബ് ബൈ ഡിഫോൾട്ട് ഓപ്പൺ ആയി വരും. അപ്പൊ ഇവിടെ പൊസിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. പൊസിഷൻ അല്ലെങ്കിൽ റാപ്പ് ടെസ്റ്റ് എടുത്താലും മതി, ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൊടുത്താൽ മതി. അല്ലെങ്കിൽ പൊസിഷൻ എടുക്കുക, അതിനകത്ത് നമുക്ക് ഇതിന്റെ പൊസിഷൻ എവിടെ വേണോ അത് ചൂസ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഏതെങ്കിലും പൊസിഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് അപ്പുറത്ത് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പൊസിഷനിലെ ഈ ഓപ്ഷൻ ആണ് ചൂസ് ചെയ്തത്. ഇതിലോട്ട് കൊണ്ടുവച്ചു, എന്നിട്ട് ക്ലിക്ക് ചെയ്തപ്പോൾ ആ പൊസിഷനിൽ വന്നു. ഇനി നമുക്ക് ഇതിനെ വേണേ എവിടെ വേണേലും എടുത്ത് മാറ്റി വെക്കാനായിട്ട് പറ്റും. അപ്പൊ ഏതെങ്കിലും ഒരു പൊസിഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റാപ്പ് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിക്ചറിനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് എവിടെ വേണേലും കൊണ്ടുവെക്കാനായിട്ട് പറ്റും. അതായത് പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് നമുക്ക് ഇതിനെ എവിടാണോ കൊണ്ടുവെക്കേണ്ടത് ആ സ്ഥലത്തോട്ട് ഇങ്ങനെ കൊണ്ടുവെക്കുക. അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് എൻവലപ്പ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എൻവലപ്പിൽ ഇമേജിനെ ആഡ് ചെയ്യാനും എല്ലാം പറ്റും. അതായത് കമ്പനിയുടെ എംബ്ലോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. ഒരു പ്രയാസവും ഇല്ല.
അപ്പൊ എല്ലാവരും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു. എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതിലുപരി ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. അപ്പൊ അധികം ഇതിനെപ്പറ്റി ക്ലാസ്സുകളൊന്നും ഞാൻ മലയാളത്തിൽ കണ്ടിട്ടില്ല. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ കാണും, പക്ഷെ മലയാളത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാവരും ചെയ്തു നോക്കണം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കുമെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ചുമ്മാ സിസ്റ്റം ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് പഠിക്കുക. നമുക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ ഇപ്പൊ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.